അതല്ല മാം, 11 മണിക്ക് ഷാർപ്പ് തന്നെ ഒരു പ്രസന്റേഷൻ ഉണ്ട്. 10 മണിക്ക് തയ്യാറായിരിക്കേണ്ടി വരും. ജോലിക്ക് ജോയിൻ ചെയ്ത ശേഷം ആദ്യമായിട്ട് ക്ലയന്റിന് മുന്നിൽ പ്രസന്റേഷനുള്ള അവസരം ഇത്. ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാ. ഇത്തവണ ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഓക്കെ, ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. പക്ഷെ നെക്സ്റ്റ് ടൈം എന്തായാലും ഹാജരാവണം. ഓക്കെ മാം. ആ പിന്നെ അടുത്ത തവണ തീയതി കോർട്ടിൽ നിന്ന് അറിയിക്കുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓഫീസിൽ ആ ദിവസം നേരത്തെ ലീവ് അപേക്ഷിച്ച് വെക്കുകയും വേണം. ഓക്കെ മാം. ബൈക്ക് ശരിയാക്കാൻ മാത്രല്ല പാട്ടോടാനുള്ള കഴിവില്ല. അത് ശരി, മണി 5 ആയിട്ടില്ലല്ലോ. അപ്പോഴേക്കും എല്ലാരും വീട്ടിൽ കയറിയ. ഉച്ചയ്ക്ക് മുതൽ തുടങ്ങിയ മഴയല്ലേ, ഇപ്പോഴാണ് തോർന്നു കിട്ടിയത്. എല്ലാരും നേരത്തെ പോന്നു. അതിന് വർക്ക്ഷോപ്പിൽ എന്ത് മഴ? പണി കുറവാ. ടിറ്റോ ചന്തണ്ടല്ലോ, അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ല, സുധീഷ് എന്താ വരാൻ കാരണം? മഴ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 500 ഓട്ടം 1000 ഓടുന്ന ആളല്ലേ. അത് ഉപേക്ഷിച്ച് വരാൻ വഴിയില്ലല്ലോ. അതൊക്കെ പഴയ സുധീഷ്. ഇപ്പൊ ന്യായം വിട്ടുള്ള ഒരു കളിക്കും സുധീഷിനെ കിട്ടില്ല. സ്വാമിയേ, എന്തോന്ന് ഇവിടെ സത്യോടാ. പിന്നെ നല്ല മഴയല്ലേ, നിധി നേരത്തെ വന്നിട്ടുണ്ടാവുമല്ലോ. ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരത്തെ വന്നതാ. വന്നപ്പോഴ് ഒരു ജാഥയ്ക്കുള്ള ആളുണ്ട് ഇവിടെ. നിനക്ക് ചായ വേണോ? അമ്പോ, ഇപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കാൻ തോന്നിയല്ലോ. അടിക്കാതെ ഒരു സ്ട്രോങ് അടിച്ച് വെച്ചിരിക്കുന്ന പറഞ്ഞോണ്ട് അത് വേണം തരാം. വേണം കൂടി ചായ വേണ പോടാ. അല്ല, ഞാൻ നേരത്തെ വരെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? രാവിലെ ഫോണിൽ സംസാരിക്കുന്ന കേട്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഏതോ സൈറ്റിൽ പോണം, പിന്നെ ഓഫീസിൽ പോവില്ല, നേരെ വീട്ടിലേക്ക് വരുമെന്ന്. അതെന്തിനാ ഞാൻ സംസാരിക്കുന്ന കൊളിച്ചെന്ന് കേൾക്കുന്നേ? അയ്യോ, ഇനി അതിന്റെ പേരിൽ തൂങ്ങണ്ട. ഈ നടുത്തളത്തിരുന്ന് സംസാരിച്ച പിന്നെ ഇവിടെ ഇരിക്കുന്ന ഞാൻ കേൾക്കൂലേ. അയ്യോ, അപ്പോഴേക്കും ഈ ഒളിഞ്ഞെന്ന് കേട്ടു ഒന്നും പറയാൻ പാടില്ല കേട്ടാ. അതൊക്കെ മോശമാണ്. അയ്യേ. ശരി ശരി, അതൊക്കെ വിട്. ഉച്ചയ്ക്ക് ഊണെങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, അത് പറയാൻ വിട്ടുപോയി. സുഭാഷേട്ടാ, നല്ല ഉപ്പായിരുന്നു കേട്ടാ. ശരിയാ, വീട്ടിൽ നിന്ന് പൊതിഞ്ഞതേ അബദ്ധമായെന്ന് തോന്നിപ്പോയി. ആ കറി മൊത്തം ഞാൻ കൊണ്ടുപോയി കളഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് സുഭാഷേട്ടൻ വിശ്വസിക്കുന്നില്ല. ആണോ? എടാ, അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹരീഷേട്ടൻ പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഊണ്? ഉപ്പ് ഇച്ചിരി കൂടുതലായിരുന്നു. ഈയിടെയായിട്ട് പാചകത്തിലുള്ള ശ്രദ്ധയൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. മലയാള പുസ്തകത്തിലൊരു പദ്യമില്ലേ? എന്താണ്? ഊണിനാസ്ത കുറഞ്ഞു, നിദ്ര നിശയെങ്കിൽ പോലും ഇല്ലാതായി. പിന്നെ ഉപ്പിന്റെ കാര്യം പറയണോ? ഇത്തിരി ഉപ്പ് കൂടിപ്പോയിന്നല്ലേ ഉള്ളൂ, അതിനിങ്ങനെ കളിയാക്കണോ? നല്ല ചൂടോടെ എല്ലാവർക്കും കൊടുക്കും. ശരി അച്ഛാ. പരിപ്പോടെ കഴിക്കാം. ആയിക്കോട്ടെ, പരിപ്പോടെയും ചായയും. എനിക്ക് വേണ്ട. വേണ്ട വേണ്ട. അച്ഛാ, ഊണിന്റെ കറികൾക്ക് ഉപ്പ് കൂടുതലായിരുന്നു. സുഭാഷ് ഏട്ടൻ കഴിച്ചല്ലേ, അറിഞ്ഞോടെ? സുഭാഷ് ഏട്ടൻ ഈടെയായിട്ടേ ഊണല്ലടാ, ഉച്ചയ്ക്ക് പലവിധ നോർത്ത് ഇന്ത്യൻ കുസൈൻസ് ആണെന്ന്. ചപ്പാത്തി, ദാല്, വെജ് കുറുമ, പാനിപൂരി, ബേൽപൂരി, മസാൽ പൂരി. എന്താ സുഭാഷ് ഏട്ടാ, ശരിയല്ലേ? അയ്യടാ, നാണം നോക്കിയേ കള്ളൻ. വെറുതെ അല്ലേ ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ശ്രദ്ധയില്ലാത്തതല്ലേ? അങ്ങനൊന്നുമില്ലടാ. അതെ, പുതിയ സ്പൂൺ ആയതുകൊണ്ട് ഞാൻ അളവ് ശ്രദ്ധിച്ചില്ല, അതാ. ഓ, സ്പൂൺ. ഓ, അല്ല, ആരാ നിനക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൂടെ തന്നെ?
അത് ശരി. അപ്പൊ ഇന്നലെ പറഞ്ഞ കൂടെ എന്തായിരുന്നെന്ന്? ബംഗാളി മലയാളി കോമ്പോ അങ്ങ് തകർക്കാൻ പോവല്ലേ? എന്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്നു നമ്മുടെ സ്വരമായി. അതാണ്. ആ സുഭാഷ് ഏട്ടാ, പ്രേമിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ബംഗാളി പ്രേമം മൂത്തട്ടെ. റൊട്ടി, നാൻ, കുൽച്ച, ആലു പൊറോട്ട അങ്ങനെ ഫുഡ് മാറ്റിക്കളയല്ലേ. നമുക്ക് കുറച്ച് റേഷനറി ചോറും കറിയിക്കില്ലെങ്കിലേ ഒരു സെറ്റപ്പില്ല. അതുകൊണ്ടാ. പോയിന്റ് പോയിന്റ്. താങ്ക് യു. നീ പറഞ്ഞതൊക്കെ പൊതുവെ നോർത്ത് ഇന്ത്യൻ ഡിഷസാ. പ്രോപ്പർ ബംഗാളി ആണെങ്കിലേ മാഷ ഛോൽ, ഷോഷേലേഷ്, കോഷ മാങ്ഷോ എന്നിവയൊക്കെയാ. നീ തുടങ്ങിയ മോളെ. ചുമ്മാ സുഭാഷ് ഏട്ടാ. ഇപ്പഴേ എല്ലാരും കൂടി കല്യാണത്തെ പറ്റി പറയണ്ട. ആദ്യം അവര് പരസ്പരം ഒന്ന് സംസാരിക്കട്ടെ, മനസ്സിലാക്കട്ടെ. പ്ലസും മൈനസും ഒക്കെ അറിയണ്ടേ, എന്നിട്ട് മതി കല്യാണമൊക്കെ. ഇയാളിത് എന്തോന്നായി പറയുന്നത്? ഒന്നാം മുഖത്തേക്ക് സൂക്ഷിച്ചൊന്ന് നോക്കിയേ. ആൾക്ക് ചിരി അടക്കാൻ വയ്യുന്നേ. എന്താ ഇളക്കം? സുഭാഷേട്ടാ, ദേ ഒരു കാര്യം ചെയ്യും. ഒരു 10 സെക്കൻഡ് നിങ്ങൾക്ക് ചിരിക്കാൻ നിൽക്കാൻ പറ്റുമോ നോക്കി. അത് പറ്റും. 1 2 3 4. കണ്ട കണ്ട കണ്ട, പറഞ്ഞില്ലേ? ഇതിലും വേറെ ഇനി എന്താ വേണ്ടേ? ഇനി കാതൽ ടു കല്യാണം, അത് മതി. അപ്പൊ അത് കാര്യമായിരുന്നോടാ? ഞാൻ കരുതിയത് എല്ലാവരോടും ഒരു തമാശ കളിക്കാണെന്നാ. ഒരു പെൺകുട്ടിയുടെ പേരും പറഞ്ഞാണോ തമാശ കളിക്കുന്നത്? ഇല്ലാടാ സുഭാഷേ, നീ അവളെ കെട്ടാൻ പോകണോ? അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അത് പക്ഷെ ഇവന്റെ ഇളി കണ്ടാ തോന്നുന്നില്ലല്ലോ. പറയടാ, നീ അവളെ കെട്ടാൻ പോകണോ? എന്താ ഇപ്പൊ കിട്ടിയാല്? അതൊന്നും ശരിയാവില്ല. അത്ര തന്നെ. ആ പെണ്ണിനൊന്നും നീ കേട്ടണ്ട. അതൊന്നും ശരിയാവില്ല. എന്തുകൊണ്ട് ശരിയാവില്ല? ശരിയാവില്ലെന്ന് പറഞ്ഞില്ലേ, അത്ര തന്നെ. അതുകൊണ്ടല്ലേ കാരണം ചോദിച്ചേ എന്താന്ന്. എടാ, നിങ്ങൾക്കൊന്നും ഒരു ബോധമില്ലേ? എടാ, ആ പെണ്ണ് സംസാരിക്കുന്നൊക്കെ ഇവന് മനസ്സിലാവോ? 4 വാക്ക് ബംഗാളി, അതുപോട്ടെ ഹിന്ദിയിൽ മറുപടി പറയാൻ ഇവന് പറ്റുമോ? മലയാളം തന്നെ പൊത്തും പിടിക്കുക. അപ്പോഴാ ഹിന്ദിയും ബംഗാളിയും. എടാ, അവരുടെ രീതിയും കൾച്ചറും ഒക്കെ വേറെയാ, നമ്മുടെ രീതിയും കൾച്ചറും ഒക്കെ വേറെയും. പിന്നെ ഇപ്പൊ അത് ഓക്കെ ആണെന്നൊക്കെ നമുക്ക് തോന്നും. നാളെ മുന്നോട്ട് ജീവിതം പോവാതെ വഴിമുട്ടി അങ്ങ് നിൽക്കും. അതാ പറഞ്ഞത് ശരിയാവില്ലെന്ന്. ഇങ്ങനെ പിന്നെ നാഷണൽ പെർമിറ്റ് ലോറിയില് ഇന്ത്യ മുഴുവൻ കറങ്ങിയതുകൊണ്ട് അറിവ് കുറെ അധികമായിരിക്കും അല്ലേടാ ഇവന്. എടാ സുഭാഷേ, ഞാൻ പറയുന്നു ആ പെണ്ണിനെ കെട്ടണ്ടെന്ന്. അത് പറയാൻ നിങ്ങളാരാ? ഇവന്റെ തന്ത. സുഭാഷേട്ടന് വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാ? ഹരീഷ്, എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട. സുഭാഷേട്ടൻ ആ കല്യാണം ഓക്കെ ആണെങ്കിലേ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് നടത്തും. അതിന് നിങ്ങളുടെ സമ്മതമൊന്നും നമുക്ക് വേണ്ട. സുഭാഷേ, ഇവറ്റകൾക്കോ വിവരമില്ല. ഞാൻ പറയുന്നത് നിന്റെ നല്ലതിന് വേണ്ടിയാ. അനുസരിച്ചാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നീ തന്നെ അനുഭവിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ ചുമ്മാ സുഭാഷേട്ടാ, അതൊന്നും വലിയ കാര്യമൊക്കെ വേണ്ട. നിങ്ങൾ പ്രേമിച്ച് തകർക്കാൻ നോക്കുന്നേ, നമുക്കിത് ഗംഭീര കല്യാണം നോക്കാം. അയ്യോ, നാൻ വന്നു, നാൻ വന്നു, സുഭാഷ് ചേട്ടന് നാൻ വന്നു. പാവം. ഇത് നടക്കും, പൊളിക്കും. പിന്നല്ലാതെ. ഇല്ലേട്ടായി, പാർട്സ് ഒന്ന് ഓർഡർ എത്തിയിട്ട് വേണം എഞ്ചിൻ സെറ്റ് ചെയ്യാൻ. ഇന്നെത്ര തീയതി? 21 നാളല്ലേ ഏട്ടായി? നടക്കണ കാര്യല്ല. ചേട്ടനൊരു 24-ാം തീയതി വൈകിട്ട് വാ.
21 നാളെയാണോ? ഉയ്യോ. നിധി, നാളെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഓട്ടം ഉണ്ട്. അതുകൊണ്ട് അല്ല, നാളെയല്ലേ കേസ്? ഞാനും ഡേറ്റ് മറന്നിരിക്കായിരുന്നു. വക്കീൽ വിളിച്ചപ്പോഴാ ഓർത്തത്. അപ്പോ നാളെ നിധി കേസിന് പോവോ? നമ്മൾ രണ്ടുപേരും ഉറപ്പായിട്ടും പോകേണ്ടതായിരുന്നു. പക്ഷെ എനിക്കൊരു പ്രസന്റേഷൻ ഉണ്ട്, അത് ഒഴിവാക്കാൻ പറ്റില്ല. വക്കീലിനോട് അവധിക്ക് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി. എന്ത്? അല്ല, നാളെ ജോലി കളയണ്ടല്ലോ. ഇത് അടുത്ത തവണ ഡേറ്റ് കൃത്യമായിട്ട് ഓർത്തു വെച്ച് ചെല്ലണമെന്ന് വക്കീല് പറഞ്ഞിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാനൊന്നും പറ്റില്ല. അടുത്ത തവണയല്ലേ, അതൊക്കെ നമുക്ക് നോക്കാന്നേ. എന്ത്? അല്ല, അടുത്ത തവണ നോക്കാന്നേ. നോക്കിയാ പോരാ, പോണം. ഏതായാലും ഇത്തവണ രക്ഷപ്പെട്ടുല്ലോ, അടുത്ത തവണയും ഉറപ്പായിട്ടും രക്ഷപ്പെടും. ഡിസംബറിക്കാ? അയ്യോ ഗായു, ഇത് നോക്കി, ഗായത്രി വിളിക്കുന്നു. അത് ഞാനെന്ത് വേണം? സുധീഷേട്ടൻ എന്താ ഉദ്ദേശിക്കണേ? നികേഷ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ നീയും അറിഞ്ഞല്ലേ? അറിഞ്ഞു. എടാ, നാളെ കോടതിയിൽ സെക്കൻഡ് ഹിയറിംഗ് ആയിരുന്നു. പക്ഷേ അവള് പോകുന്നില്ലല്ലോ, കേട്ടില്ലേ? അത് ജോലിയുള്ളോണ്ടാ? അല്ലടാ, ഇത്രയും കാലം ജോലിയെക്കാളും വലുതായിരുന്നു അവൾക്ക് ഈ ഡിവോഴ്സ്. ഇപ്പൊ അത് മാറി, ഡിവോഴ്സിനേക്കാളും ഇമ്പോർട്ടൻസ് ജോലിക്കായി. ഇനി ഡിവോഴ്സേ വേണ്ടെന്നാവും അവള് പറയുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നുമല്ല, ഏടത്തി ആ ഡേറ്റ് മറന്നു. അപ്പൊ ഒരു പ്രധാനപ്പെട്ട അസൈൻമെന്റ് വന്നു, ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അവധിക്ക് വെച്ചു. ഇനി നോക്കിക്കോ, അടുത്ത തവണ ഉറപ്പായും ഏടത്തി കോടതി പോകും എന്ന് നീ പറഞ്ഞോ. പക്ഷേ എന്റെ പരീക്ഷണം വിജയത്തിന്റെ പാതയിൽ തന്നെയാണ്. അത് അധികം താമസിയാതെ സക്സസ് ആവും മോനെ. പരീക്ഷണ? യെസ്, ഓഫ് കോഴ്സ്. ഇപ്പൊ ഒരു കോള് വന്നില്ലേ, ഗായത്രി, അതാണ് ലിറ്റ്മസ് ടെസ്റ്റ്. മനസ്സിലായില്ല. മനസ്സിലായില്ല? എടാ, ഗായത്രിയുടെ പേര് പറഞ്ഞ പൗൾ എന്നിട്ട് പോയത് കണ്ടില്ലേ? അതന്നെ ഞാനും ചോദിക്കണേ. ഏട്ടത്തേക്ക് ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ടായി തന്നെ അതില്ലാതാക്കാനാണോ സുധീഷേട്ടൻ ഇതൊക്കെ ചെയ്യണേ? എടാ, ഇത് അങ്ങനെ അല്ല. നമ്മൾ പിന്നാലെ നടക്കുമ്പോഴേ ഈ പെണ്ണുങ്ങൾക്കൊരു വിലയുണ്ടാവില്ല. എന്നാ നമ്മൾ മിസ്സാവുന്നൊരു തോന്നലുണ്ടാവൂലേ, അപ്പൊ അവര് തിരിച്ചറിയും നമ്മുടെ വില. ഓ, അപ്പൊ ഏട്ടത്തേക്ക് സുധീഷേട്ടന്റെ വില മനസ്സിലാക്കി കൊടുക്കാനാ ഈ ഫോൺ അറ്റൻഡ് ചെയ്യണേ അല്ലേ? എക്സാക്ട്ലി, കറക്റ്റ്. അവൾക്ക് എന്നോടുള്ള പൊസസീവ്നെസ് ഞാൻ ഇങ്ങനെ കൂട്ടി 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 കൂട്ടിക്കൊണ്ടുവരും. ഇവളെന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കുന്നത്? എന്തെങ്കിലും കാണിക്കേ. ചോദിക്കട്ടെ? എടുക്ക്. ഹലോ. ഹലോ, എന്താ ചെയ്യുന്നേ? ഞാൻ വീട്ടിലാ. കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല, കഴിക്കണം. ഞാൻ കഴിച്ചു, ചപ്പാത്തിയും പനീർ കറിയും. ഓ ഓ, പനീർ ഇഷ്ടാണോ? ഇഷ്ടമല്ല. എനിക്ക് നല്ല ഇഷ്ടാ. ആണോ? എന്നാ കഴിച്ചോ, നന്നായിട്ട് കഴിച്ചോ, വയറ് നിറച്ച് കഴിച്ചോട്ടാ. ഇന്നേ കോളേജിലൊരു തമാശ ഉണ്ടായി, അത് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാ. ഈശ്വര, തമാശ. അതെന്താ? അല്ല, ഈശ്വര, തമാശയോ? എന്നാ ഞാൻ ഉദ്ദേശിച്ചേ? പറ പറ, കേക്കട്ടെ. അയ്യോ അയ്യോ, ഉഗ്ര തമാശ. സീരിയസ് ആയിട്ട് നല്ല കിടില തമാശ. ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ലല്ലോ. പാതി കേട്ടപ്പോ തന്നെ ചിരി അടക്കാൻ പറ്റാണ്ടായില്ലേ? അയ്യോ
അയ്യോ ഉഗ്ര തമാശ, സീരിയസ് ആയിട്ട് നല്ല കിടില തമാശ. ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നില്ലല്ലോ. പാതി കേട്ടപ്പോ തന്നെ ചിരി അടക്കാൻ പറ്റാണ്ടായില്ലേ? അയ്യോ. അയ്യോ. എന്നെ കളിയാക്കുമല്ലോ. ഓ പിന്നെ ഗായത്രി സ്വീറ്റ് അല്ലേ, ഞാൻ അങ്ങനെ കളിയാക്കൂ? പളിപ്പൻ. ശരിക്കും സ്വീറ്റ് സുധീഷ് ഏട്ടനാ. ആണോ? ഞാനോ? സത്യം ഞാൻ അത്രയ്ക്ക് സ്വീറ്റാ? പിന്നെ ഞാൻ ബാക്കി തമാശ പറയട്ടെ? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, തമാശ മുഴുവൻ പറ. ഓ കേക്കട്ടെ ഞാൻ. എങ്ങനെയുണ്ട്? ഉഗ്രൻ, ഒന്നാം തരമായിരിക്കുന്നു. ബ്യൂട്ടിഫുൾ. എന്നാ ഇങ്ങനെയുള്ള തമാശകളെ ഇനി എനിക്കും പറഞ്ഞു തരണം. എന്നാ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം. ഓക്കെ? എന്താണ് സുധീഷേട്ടാ, വേലിമേരിക്കണ പാമ്പിന്റെ അടുത്ത് കീശയിലിട്ട പോലെയാ? കീശയിലല്ലോ പോക്കണോ? ചെക്ക നിർത്തിക്കോ, മര്യാദക്ക് നിർത്തിക്കോ. അവന്റെ ഒരു ചിരി. എടാ, ഈ വക ഓലപ്പാമ്പൊന്നും സുധീഷിനെ കൊത്തില്ല മോനെ. പക്ഷേ ഇത് വെച്ച് ഞാൻ അത് ശരിയാക്കും. അതിനു മുന്നേ ഇത് നിങ്ങളെ ശരിയാക്കും. നോക്കിക്കോ. ആണോ? ഏ പോടാ. ഈ സുധീഷിന്റെ മുന്നിലോ നല്ല കാര്യായി. കഴിച്ചോ? 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 मैंने खाना खाया. मैंने खाना खाया.
വന്നെൻരാവിൽ ചേർന്നു നീ എന്നിൽ പൂക്കും നിലവായി നീ എൻ സ്വപ്നത്തിൽ റാണിയല്ലേ ഇല്ലില്ല, കഴിച്ചിട്ടില്ല. കഴിക്കാൻ പോണേ ഉള്ളൂ. അല്ല, മഴ വന്നിട്ട് എന്തുണ്ടായി? ആണോ? ഷോ എടത്തി എന്താണ് രാത്രിയിലും പണിയാണോ? ഓഫീസിൽ വെച്ച് ചെയ്തു തീർക്കാൻ പറ്റിയില്ല. നാളെ പ്രസന്റ് ചെയ്യാനുള്ളതാ. നടക്കട്ടെ, ഞാനേ സുഭാഷിന്റെ അടുത്തുണ്ടാവും. ശരി. ഈ അച്ചാറെന്ന് പറഞ്ഞ പിക്കിൾ, ഹിന്ദിയിൽ എന്താ പറയാ? എല്ലാവർക്കും എല്ലാ ദിവസവും ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന സുഭാഷ് ചേട്ടനല്ലേ. ഇപ്പൊ സുഭാഷ് ചേട്ടന്റെ കാര്യം നോക്കാൻ ഒരാളായല്ലോ. രണ്ടുപേർക്കും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്രയും വേഗം കല്യാണം നടത്താം. അല്ല, നിങ്ങൾ സുധീഷിന്റെ ആരാ? ചേച്ചിയാണോ? അല്ല, അമ്മായിയാ. നിങ്ങൾ മാക്സിമം ബോറാവുന്നുണ്ടേ.